കണ്ണൂർ പേരാവൂർ തൊണ്ടിയിൽ പാലത്തിന് സമീപം ഒരാൾ ഒഴുക്കിൽപ്പെട്ടിട്ടുണ്ട്. കാഞ്ഞിരപ്പുഴയിൽ കൊട്ടഞ്ചുരം സ്വദേശി ഹനീഫ ഒഴുക്കിൽപ്പെട്ടിട്ടുണ്ട്. പുഴയിലൂടെ എത്തിയ തേങ്ങ ശേഖരിക്കുന്നതിനിടെയാണ് അപകടം. ഏറ്റവും ഗുരുതരമായ ഒരു സാഹചര്യം തന്നെയാണ്. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം. കുത്തിയൊലിച്ച് പുഴ ഒഴുകുന്നതിനിടയിൽ ഇത്തരത്തിൽ തേങ്ങയോ വിറകോ അതൊന്നും ശേഖരിക്കാൻ ഇറങ്ങരുത്. ഒഴുക്കിൽപ്പെടുന്നതിനിടയാക്കും. ജാഗ്രത പാലിക്കുക തന്നെ വേണം. അതുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ പരമാവധി വെള്ളത്തിലിറങ്ങുകയരുത് എന്നതാണ്. ഏതായാലും ഹനീഫയ്ക്കായി തിരച്ചിൽ തുടരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആലക്കോട് താളിപ്പാറയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായിട്ടുണ്ട്. പയ്യാവൂർ ആനേടിപ്പാലം കുത്തൊഴുക്കിൽ തകർന്നിട്ടുണ്ട്. പാലത്തിന്റെ നടുഭാഗമാണ് തകർന്നത്. ആ ദൃശ്യങ്ങൾ കൂടി നമുക്കൊന്ന് കാണാം. പയ്യാവൂരിലാണ് ഇത് പയ്യാവൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്, പേരാവൂരിൽ നിന്നല്ല. ഇത് പയ്യാവൂരിലെ ദൃശ്യങ്ങളാണ്. ആനേടിപ്പാലം കുത്തൊഴുക്കിൽ തകർന്നിരിക്കുകയാണ്. അർജുൻ കല്യാട് ചേരുകയാണ്. അർജുൻ, പ്രദേശവാസികൾ ദൃശ്യങ്ങളിൽ പറയുന്നത് നമ്മൾ കേൾക്കുകയാണ്. ആ പാലം പോയി അല്ലേ? വിനീത, തീർച്ചയായിട്ടും അതിശക്തമായ മഴ അത് കണ്ണൂരിന്റെ മലയോര മേഖലയിൽ ഇപ്പോഴും ശക്തമായി തന്നെ പെയ്യുകയാണ്. അതിനിടയിലാണ് ഈ പയ്യാവൂർ ആനയടി പാലത്തിന് ദൃശ്യങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നത്. ഈ ശക്തമായ കുത്തൊഴുക്കിൽ ഈ പാലത്തിന്റെ കൈവരിയിലേക്ക് വലിയ മരത്തടി വന്ന് ഇടിച്ചാണ് ഈ പാലം ഇപ്പോൾ അതിന്റെ നടുഭാഗത്ത് തകർന്നിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. പ്രദേശവാസികൾ അവിടെ ഈ കുത്തൊഴുക്ക് ഉള്ള സമയത്ത് തന്നെ ആ പാലത്തിന് മുകളിൽ ആളുകൾ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ആളുകൾ മറുവശത്തേക്ക് ഓടുന്നതിനിടയിലാണ് വലിയൊരു മരത്തടിയും അതുപോലെ തന്നെ വലിയൊരു കുത്തൊഴുക്കും ആ പാലത്തിന് സമീപത്തേക്ക് ഒഴുകിയെത്തുന്നത്. അത് നേരെ പാലത്തിന്റെ കൈവരിയിലേക്ക് ഇടിക്കുകയും പാലത്തിന്റെ നടുഭാഗം തകർന്ന് അല്പം ഒന്ന് താഴേക്ക് ഇരുന്ന് പോവുകയുമാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. എന്തായാലും പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ പറയുന്ന കണ്ടകശ്ശേരി പയ്യാവൂരിൽ തന്നെയുള്ള കണ്ടകശ്ശേരി പാലത്തിൽ ഇപ്പോൾ വെള്ളം കയറിയിട്ടുണ്ട്. അതിന്റെ കൈവരികൾ മുങ്ങുന്ന സ്ഥിതിയിലേക്ക് മാറിയിട്ടുണ്ട്. നേരത്തെ ഉളിക്കൽ, മണക്കടവ്, മണിക്കടവ്, അതുപോലെ തന്നെ പേരട്ട, കാലാങ്കി തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ വെള്ളക്കെട്ടുകൾ രൂക്ഷമായിരുന്നു. അതുപോലെ തന്നെയാണ് ഈ ചെറുപുഴ, അതുപോലെ തന്നെ അത്തരം മലയോര മേഖലകളെല്ലാം തന്നെ ഈ മഴക്കെടുതി അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. ഇപ്പോഴും മഴ ശക്തമായി തന്നെ കണ്ണൂർ ജില്ലയിലെ ഈ മേഖലകളിലെല്ലാം പെയ്യുന്നു എന്നത് ഏറെ ആശങ്കയുണ്ടാക്കുന്നുണ്ട്, ഏറെ ആകുലപ്പെടുത്തുന്നുണ്ട്. കാരണം ഇത്തരത്തിൽ മഴ പെയ്യുകയാണെങ്കിൽ അത് വലിയ അനിഷ്ട സംഭവങ്ങളിലേക്ക് വഴിവെക്കും എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരോട് ഉൾപ്പെടെ സംസാരിക്കുമ്പോഴും പോലീസ് ഉദ്യോഗസ്ഥരോടും അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ ഒരുപാട് പ്രായമുള്ളവരോടൊക്കെ സംസാരിക്കുമ്പോൾ അവരൊക്കെ പറയുന്നത് അത് തന്നെയാണ്. കാരണം തുടർച്ചയായ രീതിയിൽ ഇങ്ങനെ മഴ പെയ്യുന്നത് വലിയ അപകടത്തിന് ഒരുപക്ഷെ വഴിവെച്ചേക്കും എന്നുള്ള ഒരു ആശങ്ക അവരെല്ലാം തന്നെ പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തായാലും ആനയടി പാലത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നേരത്തെ പിന്നീട് സൂചിപ്പിച്ചതുപോലെ തന്നെ പേരാവൂർ തൊണ്ടിയിൽ നിന്നുള്ള ദൃശ്യം കൂടി നമ്മൾ കണ്ടതാണ്. തേങ്ങ ശേഖരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ അവിടെയുള്ള ഹനീഫ എന്ന് പറയുന്ന ഒരാൾ അപകടത്തിൽ പെട്ട് അദ്ദേഹം ഒലിച്ചു പോവുകയായിരുന്നു. ഈ മഴവെള്ളത്തിനോടൊപ്പം തന്നെ ഈ തേങ്ങയും അത്തരത്തിൽ വിറകും വലിയ മരത്തടികളും ഒക്കെ ഒഴുകി വരുന്നതാണ്. പലപ്പോഴും ഈ പറയുന്ന ആളുകൾ, ഈ പ്രദേശങ്ങളിലുള്ള ആളുകളൊക്കെ ഈ ഒഴുകി വരുന്ന തേങ്ങയും മരത്തടികളും ഒക്കെ ശേഖരിക്കാൻ വേണ്ടി ഈ പുഴയിലേക്ക് എടുത്തു ചാടുകയും അത് പിന്നീട് വലിയ അപകടത്തിലേക്ക് വഴിവെക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുള്ളതാണ്. എന്നാൽ ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഒഴുകി വരുന്ന തേങ്ങ ശേഖരിക്കാൻ വേണ്ടി പുഴയിലേക്ക് എടുത്തു ചാടുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ നിയന്ത്രണം തന്നെ നഷ്ടമാകുന്നു, ഒഴുക്കിൽപ്പെടുന്നു. ഇപ്പോഴും അവിടെ ഫയർഫോഴ്സും നാട്ടുകാരും പോലീസും എല്ലാം ചേർന്നുള്ള തിരച്ചിൽ ആ തൊണ്ടിയിൽ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അയാളെ ഹനീഫ എന്ന് പറയുന്ന 40 വയസ്സുകാരനെ കണ്ടെത്താൻ ഇപ്പോഴും കഴിഞ്ഞിട്ടുമില്ല. വിനീത, ശരി, ഇതാണ് അർജുൻ പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിൽ കുത്തിയൊലിച്ച് വെള്ളം വരുമ്പോൾ അതിനിടയിൽ തേങ്ങയോ വിറകോ ഒക്കെ ഉണ്ടാകും. പക്ഷെ അതൊന്നും എടുക്കാൻ വേണ്ടി മെനക്കെടരുത്. നിലയില്ലാതെ വെള്ളത്തിലേക്ക് വീണു പോകാനോ ഒഴുകിപ്പോകാനോ ഒക്കെ സാഹചര്യമുണ്ട്. ഇതിപ്പോൾ പേരാവൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കണ്ടത്.